ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി മുന്നറിയിപ്പ് നൽകി. ഐക്യരാഷ്ട്രസഭയുടെ ഉപരോധങ്ങൾ രാജ്യത്ത് വീണ്ടും ഏർപ്പെടുത്തുന്നത് ഇറാൻ ആണവ വിഷയത്തിൽ യൂറോപ്പിന്റെ പങ്കിന്റെ അന്ത്യമായിരിക്കും എന്ന്. ഇറാനും ലോകശക്തികളും തമ്മിൽ 2015 ഒപ്പുവെച്ച സംയുക്ത സമഗ്ര കർമ്മ പദ്ധതി JCPOA ഒരു വ്യവസ്ഥ ടെഹ്റാൻ കരാർ ലംഘിക്കുകയാണെങ്കിൽ UN ഉപരോധങ്ങൾ പുനഃസ്ഥാപിക്കാൻ അനുവദിക്കുന്നു. ഡൊണാൾഡ് ട്രംപ് തന്റെ ആദ്യ ടേമിൽ 2018 ഈ കരാർ ഇല്ലാതാക്കിയിരുന്നു. അറാക്ചി ശനിയാഴ്ച പറഞ്ഞു, യുഎസുമായി ആണവ ചർച്ചകൾ പുനരാരംഭിക്കുന്നതിനുള്ള സാധ്യതകളെക്കുറിച്ച് ടെഹ്റാൻ വിശദമായി പരിശോധിക്കുകയാണെന്ന്. അതിന്റെ സമയം, സ്ഥലം, രൂപം, ഘടകങ്ങൾ, സാധ്യമായ ചർച്ചകൾക്ക് ഇറാനിൽ നിന്ന് ആവശ്യമായ ഉറപ്പുകൾ എന്നിവയെല്ലാം ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രധാന ശക്തികളുമായുള്ള ചർച്ചകൾ ഇറാന്റെ ആണവ പ്രവർത്തനങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും സൈനിക ശേഷിയെക്കുറിച്ച് ചർച്ച ചെയ്യില്ലെന്നും അറാക്ചി പ്രത്യേകം പറഞ്ഞു. ചർച്ചകൾ നടക്കുകയാണെങ്കിൽ ചർച്ചയുടെ വിഷയം ആണവവും ഇറാൻ ആണവ പദ്ധതിയിൽ ആത്മവിശ്വാസം വളർത്തുന്നതും ഉപരോധങ്ങൾ നീക്കുന്നതുമായിരിക്കും, ടെഹ്റാനിലെ നയതന്ത്രജ്ഞരോട് അറാക്ചി പറഞ്ഞു. മറ്റൊരു വിഷയവും ചർച്ചയ്ക്ക് വിധേയമാകില്ല. കഴിഞ്ഞ മാസം ഇസ്രായേൽ ടെഹ്റാനിലെ ആണവ കേന്ദ്രങ്ങളിലും സൈനിക നേതാക്കളിലും ആണവ ശാസ്ത്രജ്ഞരിലും ജനവാസ മേഖലകളിലും വലിയ തോതിലുള്ള ആക്രമണങ്ങൾ നടത്തി നൂറുകണക്കിന് ആളുകളെ കൊന്നു. ജൂൺ 13 ആക്രമണം ഇസ്രായേലിന്റെ നിലനിൽപ്പിനുള്ള ഇറാനിയൻ ഭീഷണി ഇല്ലാതാക്കാൻ വേണ്ടിയായിരുന്നുവെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. എന്നാൽ ഈ യുദ്ധം UN ചാർട്ടർ ലംഘിച്ചുകൊണ്ടുള്ള പ്രകോപനമില്ലാത്ത ആക്രമണമാണെന്ന് ഇറാൻ പറഞ്ഞു. തുടർന്നുള്ള ദിവസങ്ങളിൽ ഇറാൻ തിരിച്ചടിച്ചു. ഇരു രാജ്യങ്ങളും ദിവസേന മിസൈൽ ആക്രമണങ്ങൾ നടത്തി. പിന്നീട് US ഇസ്രായേലിനു വേണ്ടി ഇടപെട്ടു. ഫോഡോയിലെ അതീവ സുരക്ഷാ കേന്ദ്രവും നതാൻസും ഇസ്ഫഹാനും ലക്ഷ്യമിട്ട് ബങ്കർ ബസ്റ്റർ ബോംബുകളും മിസൈലുകളും വിന്യസിച്ചു. 12 ദിവസത്തെ സംഘർഷത്തിന്റെ അവസാന ഘട്ടത്തിൽ ഇറാൻ ഖത്തറിലെ ഒരു പ്രധാന US താവളം ലക്ഷ്യമിട്ട് തിരിച്ചടിച്ചു. തുടർന്ന് മണിക്കൂറുകൾക്കകം ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചു. സംഘർഷത്തിന് ശേഷം UN ആണവ നിരീക്ഷണ ഏജൻസിയായ IAEAയുമായുള്ള സഹകരണം നിർത്തിവെക്കുകയാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചു. സംഘടനയോടുള്ള അഗാധമായ വിശ്വാസക്കുറവാണ് ഇതിന് കാരണം. പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ കഴിഞ്ഞയാഴ്ച IAEAയുമായുള്ള ഇറാന്റെ സഹകരണം താൽക്കാലികമായി നിർത്തുന്ന നിയമത്തിൽ ഒപ്പുവെച്ചതിനു ശേഷം ആണവ ഏജൻസിയുമായുള്ള സഹകരണം ഒരു പുതിയ രൂപം കൈക്കൊള്ളും എന്ന് അറാക്ചി ശനിയാഴ്ച പറഞ്ഞു. ഏജൻസിയുമായുള്ള ഞങ്ങളുടെ സഹകരണം നിലച്ചിട്ടില്ല, പക്ഷേ ഒരു പുതിയ രൂപം കൈക്കൊള്ളും, അറാക്ചി പറഞ്ഞു. പുതിയ നിയമമനുസരിച്ച് IAEAയുടെ ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലെ ഭാവി പരിശോധനകൾക്ക് സുപ്രീം നാഷണൽ കൌൺസിലിന്റെ അനുമതി ആവശ്യമാണ്. വ്യാഴാഴ്ച ടെഹ്റാനുമായുള്ള സഹകരണം പുനഃസ്ഥാപിക്കണമെങ്കിൽ IAEA അതിന്റെ ഇരട്ടത്താപ്പ് ഉപേക്ഷിക്കണമെന്ന് പെസഷ്കിയാൻ മുന്നറിയിപ്പ് നൽകി. ഇറാനെതിരായ ഏതൊരു ആവർത്തിച്ചുള്ള ആക്രമണത്തിനും കൂടുതൽ നിർണായകവും ഖേദകരവുമായ പ്രതികരണമുണ്ടാകും, പ്രസിഡന്റ് കൂട്ടിച്ചേർത്തു.